നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. ഹിന്ദു ഉണർന്നു സംഘടിച്ചാൽ കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടാകില്ലെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. പിന്നോക്ക വിഭാഗങ്ങൾക്കായി ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ 600 കോടിയോളം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നാടിന് നാണക്കേട്. പട്ടികജാതി പട്ടികവർഗ നീതി നിഷേധത്തിനെതിരെ സാമൂഹ്യനീതി കർമ്മസമിതിയുടെ പാലക്കാട് കളക്ടറേറ്റ് ധർണ. വേടനെ അധിക്ഷേപിച്ച് ഹിന്ദു ഐക്യവേദി. വേടൻ കഞ്ചാവോളി എന്ന KP ശശികല. റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി കുലബന്ധമില്ലെന്നും ശശികല. ഒറ്റപ്പാലത്ത് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ 2ാം പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കോതകുറിശി സ്വദേശി മുഹമ്മദ് അലി. കേസിലെ മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതം. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ചാവക്കാട് മണത്തല മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയോട്. വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനും തഹസിൽദാർക്കും നിർദ്ദേശം. വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഭീമമായ വാടക ഈടാക്കാനുള്ള ഭരണപക്ഷ നീക്കം ആരോപിച്ച് BJP. 24 മണിക്കൂർ നേരത്തേക്ക് 30,000 രൂപ വാടക ഈടാക്കാനുള്ള അജണ്ടയ്ക്കെതിരെ വിയോജനക്കുറിപ്പ് എഴുതി BJP മെമ്പർമാർ പഞ്ചായത്ത് ബോർഡ് യോഗം ബഹിഷ്കരിച്ചു. പണി പൂർത്തിയാകാതെയാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടത്തുന്നതെന്നും 10,000 രൂപ ദിവസ വാടകയ്ക്ക് പ്രദേശത്ത് ഓഡിറ്റോറിയങ്ങൾ ലഭ്യമാണെന്നും BJP മെമ്പർമാർ. വൻ വാടക നിശ്ചയിക്കുന്നത് സ്വകാര്യ ഓഡിറ്റോറിയം ഉടമകളുടെ താൽപര്യപ്രകാരമെന്നും ആരോപണം. മണ്ണൂരിൽ ലൈഫ് പദ്ധതി എഗ്രിമെന്റ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ആദ്യ ഗഡു അനുവദിക്കാത്തതിനെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധ ധർണ. വാണിയംകുളം മാന്നന്നൂരിൽ ജൽജീവൻ മിഷൻ ഗുണഭോക്താക്കൾക്കു നേരെ വാട്ടർ അതോറിറ്റിയുടെ ജലപീരങ്കി. ജനുവരിയിൽ കണക്ഷൻ എടുത്തവർക്ക് രണ്ടാമത് ലഭിച്ച ബിൽ 10,000 മുതൽ 85,000 രൂപ വരെ. പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരാതി നൽകാൻ ഉദ്യോഗസ്ഥരുടെ ഉത്തരവ്. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ 2ാം പ്രതി അറസ്റ്റിൽ. കോതകുറിശി പനമണ്ണ പൂമുളങ്കാട്ടിൽ 39 വയസ്സുള്ള മുഹമ്മദ് അലിയാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. 1ാം പ്രതി മുത്തുവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാലപ്പുറം അങ്ങാടിയിൽ 56 വയസ്സുള്ള ഹരിദാസിന്റെ പരാതിയിലാണ് ഗവൺമെന്റ് ജോലി തരപ്പെടുത്തി തരാമെന്ന വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ 2ാം പ്രതി കോതക്കുറിശി പനമണ്ണ പൂമുളങ്കാട്ടിൽ 39 വയസ്സുള്ള മുഹമ്മദ് അലി പിടിയിലായത്. 1ാം പ്രതി മുത്തുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബേക്കറി ജോലിക്കാരനായ ഹരിദാസിന്റെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ 8.5 ലക്ഷം രൂപയാണ് പലതവണയായി മുത്തുവും മുഹമ്മദ് അലിയും തട്ടിയെടുത്തത്. 2024 ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് മുഖേനയും നേരിട്ടുമാണ് ഹരിദാസ് പണം നൽകിയത്. സെക്രട്ടേറിയറ്റിൽ താൽക്കാലിക ബൈൻഡിംഗ് ജോലി ചെയ്തിരുന്ന മുഹമ്മദ് അലിക്ക് മുഖ്യമന്ത്രിയെ പരിചയമുണ്ടെന്നാണ് ഹരിദാസിനെ ധരിപ്പിച്ചത്. ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് നിരന്തരം ഇവരെ ബന്ധപ്പെട്ടെങ്കിലും വയനാട് ദുരന്തമായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയെ കാണാൻ സാധിച്ചില്ലെന്നായിരുന്നത്രേ മറുപടി. പണവും ജോലിയും ലഭിക്കാത്തതിനെ തുടർന്ന് ഹരിദാസ് ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കൂടുതൽ ആളുകളിൽ നിന്ന് ജോലി തരപ്പെടുത്താമെന്ന് പറഞ്ഞ് ഇവർ പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. SIമാരായ M സുനിൽ, JP അജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഹിന്ദു ഉണർന്നു സംഘടിച്ചാൽ കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടാകില്ലെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. പട്ടികജാതി പട്ടികവർഗ നീതി നിഷേധത്തിനെതിരെ സാമൂഹ്യ നീതി കർമ്മസമിതി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KP ശശികല. പിന്നോക്ക വിഭാഗങ്ങൾക്കായി ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ നിന്ന് 600 കോടിയോളം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നാണക്കേടിൻ്റെ പ്രതീകമാണെന്ന് KP ശശികല പറഞ്ഞു. കേരളത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ധൂർത്തടിച്ചും കൊള്ളയടിച്ചും സംസ്ഥാനത്തെ കടക്കിണിയിലാക്കിയ ഇത്തരമൊരു സർക്കാർ മുമ്പുണ്ടായിട്ടില്ല. വാർഷികത്തിൻ്റെ പേരിൽ 100 കോടിയിലധികം മുടക്കി 14 ജില്ലകളിലും വേദിയൊരുക്കിയത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ തങ്ങളുടേതാക്കി മാറ്റലാണ് കേരള സർക്കാരിൻ്റെ വികസനം. പിന്നോക്കക്കാരുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതികളും ഫണ്ടും നടപ്പിലാക്കാതെയും വകമാറ്റി ചെലവഴിച്ചുമാണ് കേന്ദ്ര സർക്കാരിനെ തന്നെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. പിണറായിയുടെ ഇംഗിതത്തിന് തുള്ളുന്ന പാവയല്ല മോദിയെന്ന് തിരിച്ചറിയണം. ഹിന്ദു സമൂഹം ഒന്നിച്ചാൽ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ശക്തമായി നടക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതിരോധം തീർക്കുമെന്നും KP ശശികല പറഞ്ഞു. ഇന്ന് ഈ ധർണ നടക്കുകയാണ്.
സാമൂഹ്യ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ധർണ നടക്കുന്നത്. കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗമായ അധസ്ഥിത വിഭാഗങ്ങൾക്ക് കടലാസിൽ നോക്കിയാൽ പദ്ധതികൾ ഒരുപാടുണ്ട്. ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുക വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്ന കാഴ്ചപ്പാടിലുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടേതായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിച്ചു മുന്നേറാൻ വേണ്ടി യഥേഷ്ടം പദ്ധതികൾ, അത് സ്കോളർഷിപ്പുകളായും അത് മറ്റു പല വിധത്തിലുള്ള സൗകര്യങ്ങളായും ഉണ്ട്. പക്ഷേ പലതും കടലാസിൽ ഒതുങ്ങുന്നു എന്ന നഗ്ന സത്യത്തിലാണ് സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹിന്ദു ഐക്യവേദിക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടി വന്നു. SSLC തലത്തിന് മേലോട്ടുള്ള കുട്ടികൾക്കുള്ള ലംസം ഗ്രാൻഡ് പോലും കഴിഞ്ഞ 5 വർഷമായിട്ട് പൂർണ്ണമായി വിതരണം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിലാണ് പിന്നെ ഇവിടുത്തെ ഭരണകൂടം ശ്രദ്ധിക്കുന്നത്? 12% കുട്ടികൾക്ക് വിതരണം ചെയ്യേണ്ട ലംസം ഗ്രാൻഡ് കഴിഞ്ഞ 5 വർഷമായി ശരാശരി എടുത്താൽ ഒരു 12% വിദ്യാർത്ഥികൾക്ക് ലംസം ഗ്രാൻഡ് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ മാന്യ അധ്യക്ഷൻ പറഞ്ഞു അതിലുള്ള അപാകത എത്രത്തോളം ഉണ്ട്. കാരണം ഒരു LP കുട്ടിക്ക് കിട്ടുന്നത് 320 രൂപയാണ് എന്ന്. ഈ 320 രൂപ കിട്ടാൻ അവരൊരുപാട് മെനക്കെട്ട് ബാങ്ക് അക്കൗണ്ട് എടുത്ത് നടന്ന്, എന്നാൽ അതിലവരെ സഹായിക്കാൻ പ്രൊമോട്ടർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ട് ഇവിടെയുണ്ട്. പക്ഷെ അവർക്കത് സമയത്ത് പല വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും എടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ എടുക്കാത്തത് കൊണ്ട് ആ കുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ കാര്യക്ഷമമായി വിതരണം നടക്കുന്നുണ്ടെങ്കിലും അത് പലർക്കും കിട്ടുന്നില്ല. അപ്പൊ ഇവർക്ക് എന്താണോ ഈ വിതരണം അങ്ങോട്ട് മുകളിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറത്ത് അത് യഥാർത്ഥമായ കൈകളിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും അല്ലെങ്കിൽ അതിൽ എവിടെയൊക്കെയാണ് ശ്രദ്ധ വേണ്ടത് എന്നുള്ള ശ്രദ്ധയൊന്നുമില്ല. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് G. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പ്രസാദ് വെണ്ണക്കര, ഡോക്ടർ പാർത്ഥസാരഥി, P. രഘുനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേടനെ അധിക്ഷേപിച്ച് ഹിന്ദു ഐക്യവേദി. വേടൻ കഞ്ചാവോളിയാണെന്ന് ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല പാലക്കാട്ട് പറഞ്ഞു. വകുപ്പിന്റേതായി പാലക്കാട് നടത്തിയ പരിപാടി തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. സമാജം അപമാനിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത് സംഭവിച്ചു? റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധമില്ലെന്ന് KP ശശികല പറഞ്ഞു. വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നു. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിൻ്റെ രീതി മാറ്റണം. വേടന് മുന്നിൽ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് KP ശശികല പറഞ്ഞു. ഇക്കാര്യം ഭരണകൂടത്തിന് മുന്നിൽ അപേക്ഷിക്കുകയല്ല ആജ്ഞാപിക്കുകയാണെന്നും ശശികല കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിനു സമീപത്തെ മേൽപ്പാലത്തിൽ വിള്ളൽ. 50ഓളം മീറ്റർ ദൂരത്തിൽ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസികളാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത്. നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ. ഇതോടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ പ്രത്യേക മിശ്രിതം ഉപയോഗിച്ച് വേഗത്തിൽ വിള്ളൽ അടച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ദേശീയപാത അധികൃതർ വേഗത്തിലെത്തി വിള്ളൽ അടച്ചത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. അപ്പോൾ ഞാൻ മക്കളായിട്ട് ഇന്നലെ നടക്കാൻ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടത്. അപ്പോൾ ഇന്നലെ ഓൾറെഡി ന്യൂസിൽ വേറെ പല സ്ഥലത്തും ഇങ്ങനെ NH ക്രാക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അത് കണ്ട് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പാലത്തിൽ ഒരു വലിയ ക്രാക്ക് കണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ഞാൻ
വീഡിയോ എടുത്തു. ഞാൻ ആ അധികൃതർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിനേജ് നമ്പറൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടത് അവർക്കതൊരു പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ വലിയൊരു ക്രാക്കാണ്. ഒരു ദിവസം ഇന്നലെ മഴ പെയ്തിരുന്നു. അപ്പോൾ ആ മഴയത്ത് സംഭവിച്ചതാണ് എന്നുള്ളതാണ് എല്ലാവരും അവർ പറയുന്നത്. പക്ഷേ മഴയത്ത് സംഭവിക്കാൻ പാടില്ല. എസ്പെഷ്യലി ഈ റോഡിൽ ഇതുവരെയും വെഹിക്കുലർ ട്രാഫിക്കൊന്നും അലൗ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ലോഡുള്ള വണ്ടികളൊക്കെ പോകേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഉള്ള സമയത്ത് ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ അറിയാം. ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് ഇടുന്നു, ഒരു പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ലാണ്ട് ആണ് അതിൻ്റെ മുകളിൽ ടാറിടുന്നത്. അപ്പോൾ മഴ വരുമ്പോൾ അത് ഓബ്വിയസ്ലി സെറ്റിൽമെൻറ്റ് നടക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് നമ്മൾ ആ ക്രാക്ക് വളരെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ക്രാക്കാണ് നമ്മൾ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ്. അത് പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ല, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അതിന് ഇനി ഒരു ടെക്നിക്കൽ കമ്മിറ്റി വന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒന്ന് പരിഹരിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. ഇതുവരെയും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്ത പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലമിടിഞ്ഞ ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു. വിള്ളൽ രൂപപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് പഠനം നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ചവക്കാട് ദേശീയപാതയിലെ വിള്ളൽ സംബന്ധിച്ച് കളക്ടർ റിപ്പോർട്ട് തേടി. നാഷണൽ ഹൈവേ അതോറിറ്റിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇതിനു പുറമെ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനും തഹസിൽദാർക്കും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PMAY ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് കഴിഞ്ഞ മാസങ്ങളായിട്ടും ആദ്യ ഗഡു അനുവദിക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ മണ്ണൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, സുനിത എന്നിവർ നേതൃത്വം നൽകി. ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച് 5 മാസം കഴിഞ്ഞിട്ടും ആദ്യ ഗഡു ലഭിച്ചില്ലെന്നാണ് പരാതി. കരാർ ഒപ്പിട്ട 39 പേർ 5 മാസമായി ദുരിതത്തിലാണ്. ഇവരിൽ പലരും വീട് പൊളിച്ച് ഷെഡിൽ കഴിയുന്നവരാണത്രേ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടായതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മനഃപൂർവ്വം വീഴ്ച വരുത്തിയതായും പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. കേരള സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലെ ഷെയറിൽ പാലക്കാട് ബ്ലോക്കിൽ ഏറ്റവും കുറവ് ലഭിച്ചത് മണ്ണൂർ പഞ്ചായത്തിനാണെന്നും പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖും സുനിതയും കുറ്റപ്പെടുത്തി. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 15 ലക്ഷത്തോളം ലഭിച്ചപ്പോൾ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന് ആകെ 4 ലക്ഷം രൂപ മാത്രമേ ലഭിച്ചുള്ളൂ എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനാസ്ഥയാണെന്നും ഇരുവരും കുറ്റപ്പെടുത്തി. പ്രതിഷേധ സമരം പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. PMAYയിൽ 56 പേർ എഗ്രിമെന്റ് വെച്ചതിൽ 17 പേരുടെ മാത്രമാണ് ഫണ്ട് കയറിയിട്ടുള്ളത്. ഈ PMAYയിലുള്ള ഈ സുമയ്യ, അതുപോലുള്ള സുബൈദ എന്നീ ആളുകളുടെ ഫണ്ടുകൾ ഒന്നും തന്നെ മണ്ണൂർ പഞ്ചായത്തിൽ എഗ്രിമെന്റ് വെച്ചിട്ടും മാസങ്ങളായിട്ടും കയറിയിട്ടില്ല. ഇത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മനഃപൂർവ്വമായി ബ്ലോക്ക് പഞ്ചായത്ത്, കാരണം PMAY സർക്കാർ ഫണ്ടായതുകൊണ്ട് PMAYയിലെ ഫണ്ടുകൾ മനഃപൂർവ്വം അവർ പാസ്സാക്കാതെ അയക്കാതെ ഈ പാവപ്പെട്ട ഗുണഭോക്താക്കളെ ദുരിതത്തിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദിക്കാതെ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അതിന് ഒത്താശ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള പഞ്ചായത്തുകളിലും മറ്റുള്ള വാർഡുകളിലുമൊക്കെ മറ്റുള്ള പഞ്ചായത്തുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ വെക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മനഃപൂർവ്വമായി ഇത് കേന്ദ്ര ഫണ്ടാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ PMAYയിലും അതുപോലെ തന്നെ ലൈഫ് ഷെയർ മണ്ണൂർ പഞ്ചായത്തിൽ ഏറ്റവും കുറവ് ലൈഫ് ഷെയറാണ് മണ്ണൂർ പഞ്ചായത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സുനിത പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തി ആദ്യ ഗഡു ലഭിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും കോൺഗ്രസ് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഉദ്ഘാടനത്തിന് സജ്ജമായ വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഭീമമായ വാടക ഈടാക്കാനുള്ള ഭരണപക്ഷ നീക്കം ആരോപിച്ച് BJP മെമ്പർമാർ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. പണി പൂർത്തിയാകാതെയാണ് ഓഡിറ്റോറിയം 23-ന് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് യോഗം ബഹിഷ്കരിച്ച BJP അംഗങ്ങൾ ആരോപിച്ചു. ബോർഡ് യോഗത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന് വാടക നിശ്ചയിക്കുന്ന അജണ്ട പരിഗണനയ്ക്ക് വന്നു. പണി പൂർത്തിയാവാത്ത ഓഡിറ്റോറിയത്തിന് 30,000 രൂപ 24 മണിക്കൂർ നേരത്തേക്ക് വാടക ഈടാക്കണമെന്ന് നിർദ്ദേശമുണ്ടാവുകയും ഇത് അംഗീകരിക്കണം എന്ന ആവശ്യവും ഉയർന്നു. വാണിയംകുളത്ത് 10,000 രൂപ നിരക്കിൽ നിരവധി ഓഡിറ്റോറിയങ്ങൾ ലഭ്യമാണെന്നിരിക്കെ സാധാരണക്കാരൻ്റെ സഹായമാകേണ്ട പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി വലിയ വാടകയ്ക്കാണ് നൽകാൻ CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നതെന്ന് BJP ആരോപിച്ചു. കമ്മ്യൂണിറ്റി ഹാളിന് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറിന് 10,000 രൂപ മാത്രമേ വാടക ഈടാക്കാവൂ എന്ന് BJP മെമ്പർമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഭരണസമിതി ഈ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. പാവപ്പെട്ട ജനങ്ങൾക്ക്
ചെറിയ നിരക്കിൽ വിവാഹങ്ങളും മറ്റ് പൊതുചടങ്ങുകളും നടത്താൻ നൽകേണ്ട വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാൾ വലിയ വാടക ഈടാക്കി നൽകുന്നത് ജനദ്രോഹ നടപടിയാണെന്ന് BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഈ വാണിയംകുളം പഞ്ചായത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഗുണഭോക്താക്കളാകേണ്ടത് ഈ വാണിയംകുളം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും. അവർക്ക് കുറഞ്ഞ നിരക്കിൽ കൊടുക്കേണ്ട, പഞ്ചായത്ത് കൊടുക്കേണ്ട ഈ ഓഡിറ്റോറിയം വലിയ കുത്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി ഒരു പൂർത്തിയാകാത്ത ഒരു ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമുണ്ട്. കല്യാണ ഹാളിലേക്ക്, കല്യാണ മണ്ഡപങ്ങൾക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങളുണ്ടാകും, ഭക്ഷണം കഴിക്കുവാനുള്ള മേഖലയിൽ മേശയും കസേരയും അടക്കമുള്ള സംവിധാനങ്ങളുണ്ടാവും, അടുക്കളയിൽ വയ്ക്കുവാനുള്ള പാത്രങ്ങളുണ്ടാവും, വിളമ്പുവാനുള്ള പാത്രങ്ങളുണ്ടാവും, ഓഡിറ്റോറിയത്തിൻ്റെ സമീപത്ത് ശൗചാലയമുണ്ടാവും. വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാളിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശൗചാലയത്തിലേക്ക് ഒരാൾ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അദ്ദേഹം ഇനി ഒരിക്കലും മൂത്രമൊഴിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കുന്ന തരത്തിൽ മൂക്കുപൊത്തി അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഉദ്ഘാടനം കഴിയാത്ത ഓഡിറ്റോറിയത്തിൻ്റെ അവസ്ഥയാണ് വാണിയംകുളത്ത്. ഇതേ തുടർന്നാണ് യോഗം ബഹിഷ്കരിച്ചത്. ശക്തമായ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയാണ് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചതെന്ന് BJP പാർലമെൻ്ററി പാർട്ടി നേതാവ് AP പ്രസാദ് അറിയിച്ചു. പ്രതിഷേധത്തിൽ AC സുബ്രഹ്മണ്യൻ, U പ്രസീത, KT ആശാദേവി, TG ശാലിനി, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ജയരാജ്, മണ്ഡലം സെക്രട്ടറി P വിജു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളം മാന്നന്നൂരിൽ ജൽജീവൻ മിഷൻ വാട്ടർ കണക്ഷൻ എടുത്തവർ കുടുങ്ങി. 10,000 മുതൽ 85,000 രൂപ വരെയുള്ള ദ്വിമാസ വാട്ടർ ബിൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഉപഭോക്താക്കൾ. പ്രശ്നം വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്തിലെ മനശ്ശേരിയിലെ വിവിധ ഇടങ്ങളിലാണ് ഭീമമായ കുടിവെള്ള ബില്ല് വന്നതുമൂലം ജനങ്ങൾ വലഞ്ഞത്. മാന്നന്നൂർ, ചെറുകാട്ടുപൂലം ഭാഗങ്ങളിൽ 2025 ജനുവരി മുതലാണ് പുതുതായി എടുത്ത കണക്ഷനിൽ വെള്ളം ലഭിക്കാൻ തുടങ്ങിയത്. 5 മാസങ്ങൾക്കപ്പുറം മെയ് മാസത്തിനിടെ 2 ബില്ലുകളാണ് കണക്ഷൻ എടുത്തവർക്ക് ലഭിച്ചത്. ആദ്യത്തെ ബില്ലിൽ മിനിമം തുകയായ 74 രൂപ അടയ്ക്കണമെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ബില്ല് വന്നതിലാകട്ടെ 10,000ങ്ങളുടെ വ്യത്യാസം. 13,000-ഉം 25,000-ഉം 50,000-ഉം 85,000-ഉം തുടങ്ങി ഭീമമായ തുകകളുടെ ബില്ലുകൾ ലഭിച്ചവർ എന്തു ചെയ്യണമെന്നറിയാതെ നടുങ്ങി. ചിലർ പഞ്ചായത്തിനെ സമീപിച്ചു, ചിലർ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചു. ഞങ്ങളൊരു വർഷത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് ഒരു ബില്ലാണ്. ഒരു ബില്ല് ഞങ്ങൾക്ക് വന്നത് 74 രൂപ എന്തോ ആദ്യത്തെ ബില്ല് വന്നത്. രണ്ടാമത്തെ ബില്ല് വന്നിരിക്കുന്നത് 55,000 പ്ലസ്, എനിക്ക് കൃത്യം ഓർമ്മയില്ല, അത്രയും വന്നിട്ടുണ്ട്. ഞങ്ങൾ കൃത്യം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വെള്ളം, ബോർവെല്ലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഒരു മാസം കൃത്യമായിട്ട് ഈ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ട് ഇരുന്നിട്ടുള്ളത് കൃത്യം ഒരു മാസമാണ്. അല്ലാത്തപ്പോൾ മുഴുവനും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ലേശമൊക്കെ എടുക്കുന്നല്ലാതെ ബോർവെല്ലിനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കാറ്. ഈ വെള്ളത്തെ അധികം ഉപയോഗിക്കാറില്ല ഈ വെള്ളം ഞങ്ങൾ. പക്ഷേ വന്നിരിക്കുന്ന ബില്ല് ഇതാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ഈ വാട്ടർ കണക്ഷൻ വന്നത് ഞങ്ങൾക്ക് ഈ മാസം വന്ന ബില്ല് ഒരുപാട് കൂടുതൽ ബില്ലാണ് വന്നിറക്കുന്നത്. ഞങ്ങൾ അത്രയും വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം അടുത്ത നാൾ തൊട്ടിട്ടാണ് വെള്ളം കണക്ഷൻ കിട്ടി വെള്ളം വരാൻ തുടങ്ങിയത്. ഇതൊന്നും ഞങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കില്ല. എത്ര എമൗണ്ട്? ഞങ്ങൾക്കിപ്പോൾ വന്നിറക്കുന്നത് 85,000 രൂപയാണ് ബില്ല് വന്നിറക്കുന്നത്. അതിനുള്ള വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരാളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എപ്പോഴെങ്കിലാണ് കൂടുതൽ ആളുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും കുറച്ച് തരണം എന്ന് പറയുക. തുകയിൽ വ്യത്യാസമുള്ളവരോട് പരാതി നൽകാനാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞത്. ഇതുപ്രകാരം പരാതിയും നൽകി പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ മാസം 74 ഉറുപ്പ്യ അടയ്ക്കണം പറഞ്ഞൊരു ബില്ല് വന്നു. അപ്പോൾ ഈ മാസം നോക്കുമ്പോൾ 33,000 ആണ് ബില്ല് വന്നിരിക്കുന്നത്. അതിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ അത്രയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് ആദ്യം പഞ്ചായത്തിൻ്റെ വക വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിച്ചിരുന്നില്ല. ഇത് കണക്ഷൻ കിട്ടിയിട്ട് അവിടെ കിടക്കുകയായിരുന്നു. കണക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ടാവുന്ന തോന്നുന്നത്. അത് അത്ര ഓർമ്മയില്ല. പരാതി കൊടുത്തിട്ടുണ്ട്. മറുപടി പറഞ്ഞത് ഞാനല്ല കൊണ്ടുവന്നതാണ്. അവർ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇത്ര വരാൻ വഴിയില്ലല്ലോ, എന്താ അപ്പോൾ അതെന്ന് അറിയുന്നില്ല എന്നാണ് അപ്പോൾ അവരും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പട്ടാമ്പിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി വ്യാപാരി ഫൗണ്ടേഷൻ ഹാളിലായിരുന്നു ജനറൽ ബോഡി യോഗം. പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘടന, അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും സാമൂഹ്യ പ്രസ്ഥാനങ്ങളായാലും സജീവമായി നിൽക്കുന്ന സംഘടനകൾ ഏത് എന്ന് ഒരു കൈവിരലിൽ എണ്ണിയാൽ അതിനൊരു സ്ഥാനം ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക്. ആ സംഘടന ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെയാണ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു. ആ പ്രവർത്തനങ്ങൾ ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്ന വ്യാപാരം എന്ന തൊഴിലിനെ ആശ്രയിച്ച് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ആ വ്യാപാരത്തെ സംരക്ഷിക്കുന്ന, അതിന് വ്യാപാരത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ സംഘടന ശബ്ദമുയർത്തി രംഗത്ത് വന്നു. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് PRO കെ മുഹമ്മദ് ഹനീഫ അനുശോചന പ്രമേയവും ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ KA അബുലൈസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് വിശദമായ ചർച്ച നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ്, TP ഷക്കീർ, ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ വല്ലപ്പുഴ, V പ്രജിത്ത്, മണ്ഡലം പ്രസിഡന്റ് KPA റസാഖ്, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, മൊയ്തു ഹാജി, കേശവൻ തിരുവേഗപ്പുറ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടേറിയറ്റ് അംഗം K യൂസഫ് അലി സ്വാഗതവും KP ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നഗരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പാക്കാൻ ആലോചനാ യോഗത്തിൽ തീരുമാനം. പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി വാർഡുകൾ തോറും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും യോഗത്തിൽ ധാരണയായി. ബുധനാഴ്ച രാവിലെ പട്ടാമ്പി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും പകർച്ചവ്യാധികൾ പടരുന്നതായി യോഗത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സേനകളെയും നമ്മൾ സജ്ജരാക്കി ഇരുത്തിക്കൊണ്ട് ഈ ഡെങ്കു എന്ന വിപത്ത്, ഡെങ്കു മാത്രമല്ല, ഇപ്പോൾ എലിപ്പനി, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, എല്ലാവിധ പകർച്ചവ്യാധികളും ഇപ്പോൾ എല്ലാ ഭാഗത്തും കണ്ടുവരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഓമല്ലൂർ പഞ്ചായത്തിൽ ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു അവസ്ഥ ഒന്നും മാറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ ഡെങ്കു കൂടുതൽ പടർന്നു പിടിച്ചു. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ കൂടുതലായി പടർന്നു പിടിക്കാതിരിക്കാൻ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ആലോചനാ യോഗത്തിൽ തീരുമാനമായി. പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുന്നതിന് മുന്നോടിയായാണ് ഇത്. കൊതുക് നശീകരണം, ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. വൈസ് ചെയർമാൻ TP ഷാജി, മറ്റ് ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, DCC സെക്രട്ടറി K കൃഷ്ണകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, CM ഗോപികൃഷ്ണൻ, E കൃഷ്ണൻകുട്ടി, PM മുരളീധരൻ, T സീന, രവീന്ദ്രൻ, അബൂബക്കർ അലി, കുട്ടിനാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഹിന്ദു ഉണർന്നു സംഘടിച്ചാൽ കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടാകില്ലെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. പിന്നോക്ക വിഭാഗങ്ങൾക്കായി ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ 600 കോടിയോളം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നാടിന് നാണക്കേട്. പട്ടികജാതി പട്ടികവർഗ നീതി നിഷേധത്തിനെതിരെ സാമൂഹ്യനീതി കർമ്മസമിതിയുടെ പാലക്കാട് കളക്ടറേറ്റ് ധർണ. വേടനെ അധിക്ഷേപിച്ച് ഹിന്ദു ഐക്യവേദി. വേടൻ കഞ്ചാവോളി എന്ന KP ശശികല. റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി കുലബന്ധമില്ലെന്നും ശശികല. ഒറ്റപ്പാലത്ത് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ 2ാം പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കോതകുറിശി സ്വദേശി മുഹമ്മദ് അലി. കേസിലെ മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതം. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ചാവക്കാട് മണത്തല മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയോട്. വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനും തഹസിൽദാർക്കും നിർദ്ദേശം. വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഭീമമായ വാടക ഈടാക്കാനുള്ള ഭരണപക്ഷ നീക്കം ആരോപിച്ച് BJP.
24 മണിക്കൂർ നേരത്തേക്ക് 30,000 രൂപ വാടക ഈടാക്കാനുള്ള അജണ്ടയ്ക്കെതിരെ വിയോജനക്കുറിപ്പ് എഴുതി BJP മെമ്പർമാർ പഞ്ചായത്ത് ബോർഡ് യോഗം ബഹിഷ്കരിച്ചു. പണി പൂർത്തിയാകാതെയാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടത്തുന്നതെന്നും 10,000 രൂപ ദിവസ വാടകയ്ക്ക് പ്രദേശത്ത് ഓഡിറ്റോറിയങ്ങൾ ലഭ്യമാണെന്നും BJP മെമ്പർമാർ. വൻ വാടക നിശ്ചയിക്കുന്നത് സ്വകാര്യ ഓഡിറ്റോറിയം ഉടമകളുടെ താൽപര്യപ്രകാരമെന്നും ആരോപണം. മണ്ണൂരിൽ ലൈഫ് പദ്ധതി എഗ്രിമെന്റ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ആദ്യ ഗഡു അനുവദിക്കാത്തതിനെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധ ധർണ. വാണിയംകുളം മാന്നന്നൂരിൽ ജൽജീവൻ മിഷൻ ഗുണഭോക്താക്കൾക്കു നേരെ വാട്ടർ അതോറിറ്റിയുടെ ജലപീരങ്കി. ജനുവരിയിൽ കണക്ഷൻ എടുത്തവർക്ക് രണ്ടാമത് ലഭിച്ച ബിൽ 10,000 മുതൽ 85,000 രൂപ വരെ. പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരാതി നൽകാൻ ഉദ്യോഗസ്ഥരുടെ ഉത്തരവ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.